അന്ധകാരം, അമാവാസിയിലെ അന്ധകാരം, കരിക്കട്ട പോലെ കട്ട പിടിച്ച കൂരിരുട്ട്, മധുര 17കാരിയുടെ ജലദോഷം പോലെ ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരുന്ന ചാറ്റൽ മഴ, ഉട്ടോപ്പിയയിലെ ഒരു ഊടുവഴി, അകലെ വളവിൽ ഒരു പൊട്ടുപോലെ മോട്ടോർ ബൈക്കിന്റെ വെളിച്ചം പ്രത്യക്ഷമായി. ഏകാന്തതയുടെ അപാര തീരം പോലെ നഗരം വിജനമായിരുന്നു. അന്തിക്കുർബാന കഴിഞ്ഞ ആളുകൾ തെരുവിന്റെ ഓരം പറ്റി മെല്ലെ മെല്ലെ തിങ്ങി ഞെരുങ്ങി ഉരുമ്മി നീങ്ങിക്കൊണ്ടേയിരുന്നു. വിജനമെന്ന് പറഞ്ഞാൽ ജനമില്ലെന്നാണ് അർത്ഥം. പിന്നെ എങ്ങനെയാടാ പള്ളി പിരിഞ്ഞ ആളുകൾ പോകുന്നേ? ഓഹോ, വിജനത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അതങ്ങ് പറഞ്ഞാ പോരെ. തെറ്റ് തിരുത്താനല്ലേ അച്ഛനോട് എഴുതിയിരിക്കുന്നത്? എടാ, എല്ലാ വാക്യങ്ങൾക്കും ഒരു 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 പ്രാസം വേണം, അല്ലെങ്കിൽ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. എന്റെ പേര് എന്നെ നോക്കിക്കേ, കിഴക്കേടം. അച്ഛൻ ഹരികഥയും പറഞ്ഞുകൊണ്ട് നടന്ന കാലം അല്ല ഇത്. ഇന്ന് പ്രാസവും വൃത്തവും തെറ്റിക്കുന്നതാണ് ഫാഷൻ. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യേണ്ട കഥയാണ്. ഇതുവരെ കാൽ പങ്ക് പോലും പഠിച്ചിട്ടില്ല. എന്നാ തുടങ്ങിക്കോ. സഹൃദയരെ, ആ മോട്ടോർ ബൈക്ക് അടുത്തെത്തി. ആ ബൈക്ക് ഓടിച്ചിരുന്നത് ഒരു സാധാരണ പൗരനല്ലായിരുന്നു, ഒരു പോലീസുകാരനല്ലായിരുന്നു, ഒരു കള്ളക്കടത്തുകാരനോ കൊള്ളക്കാരനോ ആയിരുന്നില്ല. പിന്നെ ആടാ നിന്റെ തന്തയാ? അതാണല്ലോ വടി പോലെ ഇവിടെ ഇരിക്കുന്നത്. അഭിപ്രായം പറഞ്ഞാൽ മതി, കഥയിൽ ചോദ്യം വേണ്ട. പ്രേക്ഷകരെ, ആ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ചെറുപ്പക്കാരൻ പിന്നെ ആരായിരുന്നു? അയാളാണ് നമ്മുടെ കഥാനായകൻ മുക്കാല. അയ്യോ അയ്യോ ഭഗവതി, അയ്യോ എന്റെ മോളെ നിനക്ക് എന്ത് പറ്റിരി? അയ്യോ അയ്യോ. ആ സമയം ഒരു കൊടുങ്കാറ്റ് പോലെ അവൾ പാഞ്ഞു വന്നു. മാന്തളിര് പോലെ മനോഹരമായ അവളുടെ മുഖം മത്തങ്ങ പോലെ വീർത്തു. സ്ത്രീക്ക് ഇങ്ങനെ ഒരു മുഖം. നീ എന്തോടി കാണിച്ചേ? സ്ത്രീക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. 5 ലിറ്റർ പാലാ പശു തട്ടിക്കളഞ്ഞത്, അറിയാവോ? കലാബോധമില്ലാത്ത പശുക്കളെ കിട്ടുന്ന വിലക്ക് വിറ്റ് നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ? കിട്ടുന്ന വിലക്ക് വിറ്റാലേ കഥ പറഞ്ഞ് തളരുമ്പോ ഇയാൾ എന്തോട്ട് തോന്നി ഞണ്ണും. പാലും മുട്ടയും വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാ ഈ വീട് കഴിയുന്നത്. അത് ഓർമ്മ വേണം. ആ പശുവിന്റെ അടിയും തൊഴിയും കൊണ്ട് എന്റെ മോളൊരു പരുവായി. ഓഹോ, ഇനി അച്ഛനും മോനും കൂത്ത് പഠിക്കണേ വേറെ സ്ഥലം നോക്കിയോളാം. അയ്യോ, ഇത് കൂത്തല്ല, കഥാപ്രസംഗമാ. ഇത്ര നാളായിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അയ്യോടാ, ഇതാണോടാ കഥാപ്രസംഗം? നിങ്ങളുടെ ഓരോരോ കഥകൾ കേട്ട് എന്റെ പശുവിന്റെ പോലും കറവ് പറ്റി. 12 ലിറ്റർ കറന്നോണ്ടെന്ന് പശു അറിയാമോ? എടി എടി ഉണത്തെ, എന്റെ മോന്റെ മനോവീര്യം കെടുത്താതെ നിന്റെ മോളെയും വിളിച്ചോണ്ട് നീ അകത്തോട്ട് പോ. ഈ സുപ്രസിദ്ധ ഹരികഥാപ്രാസംഗികൻ കിഴക്കേടത്തിന്റെ മോനെ സാംബശിവനെ പോലെ കേരളത്തിൽ ആരാധിക്കുന്ന ഒരു കാതികനായി കണ്ടിട്ടേ ഈ കിഴക്കേടം കണ്ണടച്ചു. അയ്യോ, എന്നാ ഈ കണ്ണ് ഒരിക്കലും അടക്കേണ്ടി വരത്തില്ല. എടാ, ഒരു സ്റ്റേജിൽ നിന്നെങ്കിലും നീ തക്കാളിയും പഴത്തൊലിയും കിട്ടാതെ വന്നിട്ടുണ്ടോടാ? നീ പോടി. തക്കാളിയും പഴത്തൊലിയും മാത്രമല്ല, കുറെ ചീഞ്ഞ മുട്ടകളെ കിട്ടിയാലേ യഥാർത്ഥ കാതികനാവും. ഇല്ല അച്ഛാ? കറക്റ്റ്. എടാ, കലാബോധം ഉള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. നിന്റെ തള്ളയുടെ കുടുംബത്തിലുള്ളവർക്ക് ഒട്ടുമില്ലാതെ. ആ കിളവൻ അച്ഛനക്കുറപ്പുണ്ടല്ലോ, അയാൾക്ക് തീരെയല്ലടാ. ഞങ്ങളുടെ അണ്ണന് കലയില്ലെങ്കിലേ ഞങ്ങള് സഹിച്ചോളാം. നീ വാടി മോളെ, നമുക്ക് തൊഴുത്തി ചെന്നിരുന്ന കന്നുകാലികളോട് കാര്യം പറയാം. അത് നിങ്ങൾക്ക് പിന്നെങ്കിലും മനസ്സിലാവും. സുന്ദരിയായ മുക്കാബലയുടെ ഭാവമാറ്റം കണ്ട് മുക്കാല ഞെട്ടി. ഉട്ടോപ്യൻ തെളിയിൽ ഞെട്ടി. ചേച്ചി, ചേച്ചി വീട്ടിലേക്കാ? അതെ. ഭാഗ്യം, അതുവരെ വരാതെ കഴിഞ്ഞല്ലോ. എന്താ അലക്സ്? ഞാനൊരു ഫ്രണ്ടിന്റെ വീട് വരെ പോവാ. വരാൻ കുറച്ച് വൈകുമെന്ന് അമ്മച്ചോടൊന്ന് പറയണം. ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് തന്നെയാണോ അത് സിനിമയ്ക്കോ? സിനിമയ്ക്കാണെങ്കിൽ പറഞ്ഞാൽ തന്നെ അമ്മച്ചി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ അറിഞ്ഞ കുഴപ്പം ഊടുവഴിയിലാന്നോടെ ശൃംഗാരം. അപ്പൊ എന്തായി കാണിക്കുന്നേ? മിണ്ടരുത്. ആരെങ്കിലും വളർത്തെടുക്കാൻ അനുവാദം തന്നു വെച്ച് നീ അഷടിലാണോ കുഴി വീഴ്ത്തിയത്? അപ്പൊ നമ്മുടെ കിഴക്കൻ അലക്സാ? അപ്പൊ തെക്കോട്ടും വടക്കോട്ടും പോകാതെ നീ കിഴക്കൂന്ന് തന്നെ തപ്പിയെടുത്തല്ലേ? അപ്പൂപ്പൻ എന്നെ അറിഞ്ഞോടാ പറയുന്നേ? അപ്പൂപ്പനോ? ബന്ധം സ്ഥാപിക്കണോടാ നീ നസ്രാണി കൊഞ്ചേ. അലക്സ് പറ്റോ? ഇനി ഒരടി അനങ്ങരുത്, അരിഞ്ഞുകളയും ഞാൻ. നീ കാണിച്ച പോക്കൃത്തരത്തിന് 101 ഏത്ത പിടിക്കാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. പിള്ളേരല്ലേ? ഓടോ കളയപ്പൂപ്പ, പിള്ളേരല്ലേ? മൊട്ടയെന്ന് വിരിഞ്ഞില്ല. അതിനു മുമ്പേ തറവാട്ടി പറഞ്ഞ പെൺപിള്ളേരെ വഴി പിടിച്ച് നിർത്തി ശൃംഗരിക്കുന്നോ? എവിടെ മാങ്ക് വൈകലേതാ ചോദിക്കാനും പറയാനും ആളുണ്ട്. അപ്പൂപ്പ വിചാരിക്കുന്ന പോലെ നീ മിണ്ടരുത്. അപ്പൂപ്പൻ വിചാരിക്കുന്ന എല്ലാം ശരിയാ. അല്ല അപ്പൂപ്പ, നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടരുതെന്ന്? നാക്ക് വായിലിട്ടിട്ട് വീട്ടിൽ പോടി. എടി വീട്ടിൽ പോകാൻ. പ്രായമായവര് പറയുന്ന കേക്ക് വെച്ച് താപോ. എന്നാലും സഹദേവൻ സാറിന്റെ പെങ്ങൾ ഇത്ര കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചു. എടി വീട്ടിൽ പോകാൻ. അല്ല, ഇനി ഇതങ്ങോട്ട് ഉറയിലിട്ടൂടെ? കിട്ടില്ലയോടോ? എന്താടി ഇത്ര താമസിച്ചത്? ബ്ലൗസ് വെച്ച് കിട്ടിയോ? എന്താ എന്തോ ചെടി എന്ന് ചുണുങ്ങാതെ കാര്യം പറയാൻ. എടി ദേവിയാനിയേ, ഒന്നും കൂടെ അടി വന്നേ. എന്താ ആലീസേ,
ആ എന്ത് പറ്റി? എന്റെ കുഞ്ഞിനെ മുഖത്തോട്ട് നോക്കിയേ. നിങ്ങളുടെ അമ്മായിപ്പം ചെയ്ത പണിയാ. അയ്യോ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? മോളെ വിളിച്ച് ചോദിക്കേ. എന്റെ ഭഗവതി. ജലജേ, എടി ജലജേ. ജലജയെ വഴി വെച്ച് കണ്ടപ്പോ ഇവൻ ഇന്നത്തെ താമസിച്ചേ വരുള്ളെന്ന് എന്നോടൊന്ന് പറയാൻ പറഞ്ഞു. അത് കളവ് വേറെ കണ്ണൂട്ടാ കണ്ടത്. എന്തുവാടി കേൾക്കുന്നേ? അലക്സും ഞാനും തമ്മിൽ എന്തോ ഉണ്ടെന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു. അയ്യോ അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തുവായി കേൾക്കുന്നേ? എന്റെ കുഞ്ഞിന് മനുഷ്യരുടെ മുഖത്ത് എങ്ങനെയാ നോക്കുന്നേ? എന്റെ കുഞ്ഞിന് നോക്കണ്ടായിരിക്കും. അവനൊരു ആണല്ലയോ, ഇത് പെണ്ണല്ലേ? നാളെ ഇവക്കൊരാലോചന വന്നാ അത് മുടങ്ങാൻ വേറെ എന്തെങ്കിലും വേണോ? ഞാനിനി ജീവിച്ചിരിക്കത്തില്ല എന്റെ ദൈവം. നടന്നു ഇനി അമ്മയായിട്ട് കൂടെ നാട്ടുകാർ അറിയിക്കത്ത് കുറവേ ഉള്ളൂ. സ്നേഹത്തിൽ കഴിയണ അയൽക്കാർ തമ്മിൽ മുഷാതിരിക്കണമെങ്കിലേ അങ്ങനെ വല്ല വൃദ്ധസാധനത്തിലും കൂടെ ആക്കാൻ നോക്ക്. വരണുണ്ടോ പാരട്ട കളവൻ. ഇനി ഞാനിവിടെ നിന്നാ എന്തെങ്കിലും ചെയ്തു പോകും. പടാ ദേവയാനിയെ, നീ സംഭവം അറിഞ്ഞോ? നിന്റെ മോള് നിന്നെക്കാൾ കേമിയാടി. തള്ള കടമ്പ ചാടിയാ മോള് വേലി ചാടുമെന്ന് പറഞ്ഞ ഉള്ളതാടി. അച്ഛനിത് എന്ത് ഭാവിച്ചാ? ഞങ്ങളെ ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്നാണോ? അപ്പൊ നീയും കൂടി അറിഞ്ഞോണ്ടാന്നോ ഇവളെ കൊണ്ടാൻ വേണ്ടി ഒപ്പിച്ചത്? എടിയാ നരുന്ന് നസ്രാണി ചെക്കനുമായിട്ടുള്ള ബന്ധം മാങ്കോയ്ക്ക് കുടുംബക്കാർക്ക് ചേർന്നാണോ? എടിയാണോ അന്ന്? വയസ്സായെന്നും കരുതി മനുഷ്യന് ബോധമില്ലാതാവരുത്. എന്ത് ബന്ധമാണെന്നാ? നവുലിനേക്കാളും 4 വയസ്സിന് ഇളയത് അലക്സ്. നവുലം വിളിക്കുന്നതിനേക്കാൾ ആത്മാർത്ഥമായിട്ട് ആ ചെറുക്കൻ ഇവിടെ ചേച്ചി എന്ന് വിളിക്കുന്നത്. ഉള്ളതാന്നോ ദേവയാനി? ഞാൻ അടിച്ചത് വെറുതെ ആയോ എന്റെ ശ്രീപത്മനാഭ? എന്നാ പിന്നെ നിനക്ക് നാക്കെടുത്ത് പറയാൻ മേലായിരുന്നോ? പറയാൻ അപ്പൂപ്പ സമ്മതിച്ചോ? ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. ആവശ്യമില്ലാത്തപ്പം വളവളാന്ന് പേച്ചിക്കൊണ്ടിരിക്കും. കാര്യം പറയാൻ നാവോട്ട് അനങ്ങത്തുമില്ല. ഇനി എന്റെ മോൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ശ്രീപത്മനാഭ? നാട്ടുകാർക്ക് സംസാരിക്കാൻ വെറുതെ ഒരു വിഷയം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തല്ലോ. അയ്യേ മോശം. നാട് മുഴുവൻ കൊട്ടി കൊടിച്ചിട്ട് ചേച്ചെന്ന് പറഞ്ഞേ മതിയല്ലോ. സഹദേവൻ ഡ്യൂട്ടിക്ക് നവല നാട് കണ്ടാലും ഇറങ്ങുമ്പോ സഹായത്തിന് ആ കൊച്ചനെ ഉണ്ടായിരുന്നുള്ളൂ. അതില്ലാതാക്കിയല്ലോ. ഇതാകെയാണ് എന്റെ ഒരു കുഴപ്പം. ദേഷ്യം വന്നാ കണ്ണ് കാണത്തില്ല. പിന്നെ എന്തൊക്കെയാ കൊലമ്പെന്ന് എനിക്കെന്നെ അറിയത്തില്ല. നാണക്കേടായി പോയി. ഞാൻ ആ കൊച്ചനോട് എന്ന് മാപ്പ് പറഞ്ഞേച്ച് വരാം. ദേവയാനിയെ, ആ കൊച്ചനോട് ഒച്ച വെച്ചിട്ടാണെന്ന് തോന്നുന്നു. വയറ്റിലൊരാന്തല്. കഞ്ഞിയായെങ്കിൽ വിളമ്പിക്കോ. ഓ വിളമ്പാ. ഉപ്പ് വേണ്ട കേട്ടോ. സത്യമാത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്ക്. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് എന്തെങ്കിലും കൂസലുണ്ടോ നോക്കി. ആകെ പാടുണ്ടായിരുന്നത് മാനമാ. ഇപ്പൊ അതും പോയി. എടി പെണ്ണെ, ചിനുങ്ങായിരുന്നു കഞ്ഞി കുടിക്കാൻ. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇനി കളവനെ ഇവിടെ നിർത്താനാ ഭാവമെങ്കിൽ നമ്മൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ചിറ്റപ്പൻ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ അടവ് തന്നെ തിരിച്ചങ്ങോട്ടും പ്രയോഗിക്കണം. സ്വന്തക്കാരോട് വലിയ സെന്റിമെന്റ്സ് ഉള്ള ആളല്ലേ അപ്പൂപ്പൻ. ആ മർമ്മം നോക്കി അടിക്കണം. എന്താ നിന്റെ മനസ്സിലെന്ന് വെച്ചാ തുറന്നു പറ. എന്റെ മനസ്സിൽ മാനസിക രോഗം. അയ്യോ എന്റെ ഭഗവതി. ചേട്ടന്റെ സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നേരത്തെ തോന്നി. എനിക്കല്ലടാ മണ്ട, ചിറ്റപ്പന്റെ അച്ഛന് മാനസിക രോഗം, അതായത് ഭ്രാന്ത്. ദാറ്റ് മീൻസ് ബട്ടർ. അയ്യോ പോയല്ലോ. എപ്പ നോക്കിയാൽ ഈ പിരി പോവുകയാണ്. എന്തൊരു പിരിയെ എവിടെ 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 പോയി വിളിച്ചിരിക്കുന്നത്? എന്തൊരു പിരി? എവിടെ എവിടെ? അയ്യോ എന്റെ തല പൊളിച്ചേ. ശ്രീപത്മനാഭ, എടാ ഫൽഗു, നിനക്ക് സുഖം തന്നെയാണോടാ? അല്ല ഉടനെ പോന്നോ? ഉടനെയോ? ഞാനിവിടുന്ന് പോയിട്ട് 10-15 ദിവസമായല്ലോടാ. അതുപോലും നിനക്ക് ഓർമ്മയില്ലയോ? എന്റെ ശ്രീപത്മനാഭ, എന്റെ പിരി പോയല്ലോ. ആ പിരി പോയി. തപ്പായാലും അത് തപ്പിയാ ഇനി എവിടെ കിട്ടാനാടാ? ഒരിക്കൽ പോയാ പോയതല്ലയോ? അക്രമം തുടങ്ങി എന്റെ ശ്രീപത്മനാഭ. പ്രഭാകര, ആളും പേരും വരുന്ന ഇറയത്ത് എവനെ ഇങ്ങനെ കയറൂരി വിട്ടാലോ? എടാ പ്രഭാകര. ഇതെപ്പ എത്തി? നീ ഒരു മോനാണോടാ? സ്വന്തം തന്ത ഈ നിലയിലായിട്ട് നീ എന്തോ ചെയ്തു? നെല്ലിക്കായിരിപ്പുണ്ടായിരുന്നല്ലോ ഇവിടെ. തളം വെച്ചൂടായിരുന്നോ? അല്ലെ കറണ്ടുള്ള വീടല്ലയോ ഇത്? കറണ്ട് അടുപ്പിച്ചൂടായിരുന്നോ? ഇതൊന്നും അത്ര ചെലവുള്ള കാര്യമല്ലല്ലോ പ്രഭാകര. വല്യച്ഛന് രാവിലെ ഇത് എന്ത് പറ്റി? എന്ത് ഭ്രാന്തായി പറയുന്നത്? ഭ്രാന്ത് എനിക്കല്ല, അതിന്റെ തന്തയ്ക്ക. അത് നീ മനസ്സിലാക്കിയില്ല. പക്ഷെ പാവം സഹദേവൻ മനസ്സിലാക്കി. അപ്പം വിവരം വെളുപ്പിനെ എന്നോട് പറയുന്നത്. അല്ലെങ്കിൽ രാത്രിയിലേക്ക് പോകുന്നതിന്. ആരെ കിടന്ന് കാറിന്റെ ഹോൺ അടിക്കുന്നത്? ഞാൻ വന്ന കാറാ. വല്യച്ഛൻ കാറും പിടിച്ചാണോ വന്നിരിക്കുന്നത്? പിന്നല്ലയോ? ആ പാവം സഹദേവൻ വെളുപ്പിനെ തേരാ പാര അലഞ്ഞു പിടിച്ചു തന്നാ. നീ ആ ചക്രം എന്താ വെച്ചാ കൊടുത്ത് പറഞ്ഞുവിട്.
ആ പിന്നെ പൽക്കൂന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ 2-3 അമ്പലങ്ങളിൽ കൂടി കയറി. അപ്പൊ കൂലി കുറച്ച് കൂടുതലായി കാണും. ആ അവരെ നിർത്തി മെനക്കെടുത്ത് അത് എന്താ വെച്ചാൽ കൊടുത്ത് പറഞ്ഞു വിട്. പോ ചെല്ല് ചെല്ല്. അവന്റെ ഒരു വീപ്പി. ചെറ്റത്തരം കാണിക്കരുത് പറഞ്ഞേക്കാം. വല്യച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടി നീ എന്താണ് എന്റെ വേണമെന്ന് പറഞ്ഞത്? ഞാൻ അന്നേ ചിറ്റപ്പനോട് പറഞ്ഞല്ലോ കളി തീർന്നിട്ടില്ലാന്ന്. പോട്ടെ. അന്ന് ചിറ്റപ്പൻ ഗോൾ അടിച്ചു. പക്ഷെ ഇപ്പൊ പന്ത് എന്റെ കോർട്ടില്ല. ഞാൻ ഗോൾ അടിച്ചോണ്ടേ ഇരിക്കും. ഗോൾ അടിച്ചോ? പക്ഷെ കളിക്ക് ഒരു അന്തസ് വേണം. ലക്ഷ്യമാണ് പ്രധാനം, മാർഗം ഒരു പ്രശ്നമേ അല്ല. അതെ എടാ, ഒരു കോഴി കൂടിയുണ്ടൊന്നും നേരം വെളുക്കാൻ പോകുന്നില്ല. അത് എനിക്കും അറിയാം. ഒരുപാട് കോഴികൾ ഒരുമിച്ച് കൂന്നുകൊണ്ടാ നേരം വെളുക്കുന്നത്. നമ്മളത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് സമയം കളയാ ചിറ്റപ്പൻ പൊക്കോ. ഒരുപാട് രോഗികൾ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ നീ വല്യച്ഛനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകത്തില്ലല്ലേ? ഇപ്പൊ മലയാളത്തിലല്ലേ ഞാൻ ഇല്ലാന്ന് പറഞ്ഞത്. എന്റെ കുടുംബ സമാധാനം തൊലച്ചെനി അടങ്ങും. അതെ, എനിക്ക് ക്രമസമാധാനമാണ് വലുത്. ചിറ്റപ്പ ഇവിടെ ഇങ്ങനെ നിന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുള്ളൂ. മോനെ, എപ്പോഴും ഇങ്ങനെ പൊക്കത്ത് നിൽക്കാമെന്ന് നീ വിചാരിക്കല്ലേ? ഇല്ല ചിറ്റപ്പ, എനിക്ക് ഈ മാസം കൂടിയുള്ളൂ ട്രാഫിക് ഡ്യൂട്ടി.